ये जो देश है तेरा स्वदेश है तेरा। എന്നെ തളരാതെ കാക്കുന്നു ദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗുരുദൈവം. സ്വാഗതം പറയുന്ന ചടങ്ങാണ്. അപ്പൊ നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ 77ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ അംഗൻവാടി കുഞ്ഞുമക്കളെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ആദ്യം ചുവട് വയ്ക്കുന്ന ഒരു സ്ഥാപനമായി ഈ അംഗൻവാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മൾ ബഹുമാനപ്പെട്ട നമുക്ക് 2 കൗൺസിലർമാരാണ്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. എപ്പോഴും നമുക്ക് ഒരു കൗൺസിലർ ഉണ്ടാവാറുള്ളൂ. നമുക്ക് ഒരു ഡിവിഷൻ വിഭജനത്തിന്റെ ഭാഗമായിട്ട് 2 കൗൺസിലർമാരെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി ഞാൻ നമ്മുടെ ഡിവിഷൻ കൗൺസിലർ രശ്മി മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഡിവിഷൻ കൗൺസിലർ തന്നെയാണ് നമ്മുടെ ഡോക്ടർ കീർത്തന മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ അംഗൻവാടി തുടങ്ങിയ ആ സമയം മുതൽ നമ്മളുടെ എന്തൊരു എന്താ പറയുക കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിനായാലും ഇതുപോലെ എന്തെങ്കിലും ദിനാചരണം പ്രവേശനോത്സവം അങ്ങനെയുള്ള എന്തൊരു പ്രവർത്തനത്തിനും നമ്മളുടെ ഭാഗമായിട്ട് നമ്മളുടെ ഇങ്ങോട്ട് നമുക്ക് വന്നിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി GSTI എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ കുറച്ച് അംഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റായ പ്രജിത മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ആ സ്ഥാപനത്തിൽ തന്നെ മീര മാഡത്തിനെ ഞാൻ വേദിയിലേക്ക് ഹാജരായി സ്വാഗതം ചെയ്യും. പിന്നെ നമ്മുടെ കൗൺസിലർമാരായ കീർത്തന മാഡത്തിനെ ഞാൻ 2 വാക്ക് പറയാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു അവസരത്തിൽ ഈ ആഘോഷത്തിന് എന്നെയും ക്ഷണിച്ചതിൽ എല്ലാവരും പ്രത്യേകം നന്ദി അറിയിച്ചാണ് ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചത്. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളമാണ് റിപ്പബ്ലിക് ആഘോഷമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം എന്താണ് നമ്മുടെ ഇന്ത്യ
പൗരന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന പ്രായമാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നാടിൻ്റെ നന്മയ്ക്കായിട്ട് നല്ല പൗരന്മാരാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി വെടിവെച്ച ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ല. കൃത്യമായിട്ട് നമ്മുടെ ചരിത്രം എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മൾ പാരൻസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതുപോലെ നമുക്കെല്ലാവർക്കും അതിനു വേണ്ടി ഒരു ഭാഗമാവാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ നല്ല പൗരന്മാരാവുക. അതുപോലെ തന്നെ ഈ വരുന്ന തലമുറയിൽ ഇന്നത്തെ കുഞ്ഞുമക്കളാണ് നാളത്തെ പൗരന്മാരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവരെ നല്ല പൗരന്മാരാക്കി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ല വ്യക്തിത്വങ്ങളാക്കി വളർത്തുന്നതിനുള്ള ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. ഒന്നും പറയില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഔചാരികമായിട്ട് പറയാം, ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധയുടെ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ നമസ്കാരം. ഈ നല്ലൊരു അവസരത്തിൽ നിങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? കണ്ടിട്ടുണ്ടാവും, പോസ്റ്ററിലൂടെയൊക്കെ ആവും അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടുകളും എൻ്റെ എല്ലാ കൊച്ചുമക്കൾക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒന്നും പറയാനില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഇത് പാടിയില്ല, ദേശഭക്തികാരം പറയാം. അതിൽ തന്നെ ഉണ്ടല്ല മാതാപിത ഗുരു ദൈവം. അപ്പോൾ അച്ഛനും അമ്മയാണ് കാണപ്പെട്ട ദൈവം, അവരാണ് എൻ്റെ പില്ലേഴ്സുകൾ അല്ലേ? ഒരു കുട്ടികളെ മൂല്യബോധമുള്ള മക്കളായി വളർത്തുന്ന ആ മാതാവ് അല്ലെങ്കിൽ അച്ഛനമ്മയെ തീരുമാനിച്ചാൽ മാത്രം ഇതിലുള്ള ഏറ്റവും നല്ലൊരു കോഡാണ്. ആദ്യം അവർ അച്ഛനമ്മയെ കണ്ടാ പഠിക്കുന്നത്, വീട്ടിൽ നിന്നാണ് ആദ്യ പാഠം. ശരിയല്ലേ? വീടാണ് ഏറ്റവും വലിയ ഒരു സ്കൂളെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആദ്യം നമ്മൾ മാതാപിതാക്കളാണ് അവർക്ക് മാതൃകയായിട്ട് പോകേണ്ടത്. അച്ഛനും അമ്മയാണ് പില്ലർ. മാതാപിതാ ഗുരു, അത് കഴിഞ്ഞിട്ടേ ഗുരുവിന്. ഗുരു എന്ന് പറഞ്ഞാൽ ഗു എന്ന വാക്കിന്, ഗുരു എന്ന വാക്കിന് നല്ലൊരു അർത്ഥമുണ്ട് കേട്ടോ. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചം. ആരാണോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ഇരുട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് പോകുന്ന ഇരുട്ടല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മക്കളെ നേർവഴിയിൽ നടത്തുന്ന ആരാണോ അവരെല്ലാവരും ഗുരുക്കന്മാര്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളും ഈ ഏറ്റവും കൊച്ചുമക്കൾ തന്നെ നമ്മുടെ ഗുരുക്കന്മാർ. ഒരു ഉറുമ്പ് വരെ നമ്മുടെ ഗുരുവാണ്. ശരിയല്ലേ? അതെ, ഒരു ഉറുമ്പ്, പൂച്ച, പട്ടി, മൃഗങ്ങളെല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈശ്വരനുള്ള സ്ഥാനം വരുന്നുള്ളൂ. അപ്പോൾ മാതാപിതാക്കളാണ് എൻ്റെ പില്ലേഴ്സുകൾ. അപ്പോൾ മാതാപിതാക്കളോടാണ് എൻ്റെ അപേക്ഷയുള്ളത്. കുഞ്ഞുങ്ങളെ മൂല്യബോധമുള്ള മക്കളായി വളർത്തണമെങ്കിൽ നാം തന്നെ തീരുമാനിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഫസ്റ്റ് ബേസ്മെൻ്റാണ് അംഗനവാടി. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല മക്കളായിട്ട് വളർത്താൻ ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. ഈ മക്കളിങ്ങനെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാരാണ് ഓർമ്മ വരിക. അതായത് നമ്മള് ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവര് അത് ഫ്ലൈബോയ്ക്ക് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വീറ്റ്സ് മാത്രമേ ആലോചിക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാലം ഇനിയൊരു വളരെയാണ്. ഈ പറഞ്ഞ പോലെ അടുത്ത തലമുറ ഇവരാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോഴത്തെ തലമുറകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സും പോവാതെ വളരാൻ അതിനുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെയാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും അംഗനവാടിയാണ്. ഈ ഓർമ്മകൾ എന്നും അവരുടെ ഉള്ളിലുണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാനായാലും പാരന്റ്സിനെ ബഹുമാനിക്കാനായാലും പഠിക്കട്ടെ. നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നമുക്കൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യാം. അത്ര പറഞ്ഞോട് നിർത്തുന്നു. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ കുട്ടികളോട് ചോദിക്കട്ടെ, എല്ലാവരും അമ്മമാരോട് അപ്പന്മാരോടൊക്കെ സംസാരിച്ചു. കുട്ടികളോട് ചോദിക്കുന്നത് എന്ത് ദിവസം എന്തിനാ വന്നിരിക്കണേ അവിടെ? ഒരു പിടിയില്ല അല്ലെ? എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എന്തിനാ വന്നിരിക്കണേന്ന്. ഇന്ന് റിപ്പബ്ലിക് ഡേ, മിടുക്കി, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. എന്താ ദിവസം എന്ന്? റിപ്പബ്ലിക് ഡേ. അതെന്താ അറിയോ അവിടെ വെച്ചിരിക്കുന്നത്? കൊടി വെച്ചിട്ടുണ്ടോ? കൊടി, ഫ്ലാഗ്. എന്താ
ഫ്ലാഗ്. ഏത് ഫ്ലാഗ് ആണ്? ആ, ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ഭാവി നല്ല സുരക്ഷിതമായിട്ട് ആൾക്കാരുടെ കയ്യിലിരിക്കണേന്ന്. ഇതിന് മേലെ ഒന്നും പറയാനില്ല. നല്ല കുട്ടികളായിട്ട് എല്ലാവരും എടുക്കാവോ? എല്ലാവർക്കും ചുമയും നീരുവീഴ്ചയും പനിയൊക്കെയാണ് അല്ലേ? ഇതൊക്കെ മാറി വലിയ കുട്ടികളാവുമ്പോ ആർക്ക് വേണ്ടിട്ട് യു ഹാവ് ടു ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. എന്താ പറയാ, നമ്മളൊക്കെ എന്താ പറയാ, ഇന്ത്യക്കാരെന്ന് പറയാ. നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളേണ്ട ആൾക്കാരാ. അവരാ നിങ്ങളൊക്കെ. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? കുറച്ച് പേർക്കൊക്കെ പിടികിട്ടിട്ടുണ്ട്. പ്രജിത പറഞ്ഞ പോലെ, പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ മെമ്മറീസ് ഒക്കെ എവിടെയെങ്കിലും കണക്ട് ആയിട്ട് കിടക്കും. നമ്മൾ വേറൊരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു ആഘോഷങ്ങളില് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമാകുമ്പോ സ്കൂളുകളില് നമ്മളിതൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. അതിന്റെ മൂല്യം മനസ്സിലായിട്ടില്ല. പക്ഷെ വലുതാകുമ്പോ ആ മൂല്യം എന്നും ഉള്ളിൽ കരുതാൻ പറ്റുന്ന ഒരു നല്ലൊരു തലമുറയെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगल